സർപ്പദോഷമകറ്റാനും സന്താന സൗഭാഗ്യത്തിനും മാളികപ്പുറം ക്ഷേത്രത്തിലെ നാഗരാജ സന്നിധിയിൽ പുള്ളുവൻ പാട്ട് വഴിപാടായി സമർപ്പിക്കുന്നത് ശബരിമല തീർത്ഥാടനത്തിന്റെ പ്രധാന ഭാഗമാണ്. ക്ഷേത്ര ചരിത്രത്തോളം പഴക്കമുള്ളതാണ് മാളികപ്പുറത്തമ്മയുടെ സന്നിധിയിലെ പുള്ളുവൻ പാട്ട്. സർപ്പദോഷങ്ങൾ അകറ്റാനും ഉദ്ദിഷ്ട കാര്യങ്ങൾക്കുമായി മാളികപ്പുറത്തെ നാഗരാജ നാഗയക്ഷി നടയിലാണ് പുള്ളുവൻ പാടുന്നത്. ഈ നടയിൽ പാടുവാൻ പുള്ളുവൻ സമുദായത്തിന് പരമ്പരാഗതമായി ലഭിച്ച അവകാശമാണിത്. ധർമ്മശാസ്താവിനെ വണങ്ങിയതിനു ശേഷം മാളികപ്പുറത്തെത്തുന്ന ഭക്തർ സർപ്പക്കാവിൽ മഞ്ഞൾപ്പൊടി വിതറി പ്രാർത്ഥിക്കാറുണ്ട്. തുടർന്നാണ് പുള്ളുവൻ പാട്ട് പാടിക്കുന്നത്. പേരും നാളും പറഞ്ഞ് നാഗവീണമീട്ടും. കൊച്ചു മണികണ്ഠന്മാർക്കും മാളികപ്പുറങ്ങൾക്കും വേണ്ടിയാണ് പാട്ട് വഴിപാട് ഏറെയും നടക്കുന്നത്. സർപ്പശാപമടക്കം സകല ദോഷങ്ങളും തീരുമെന്നാണ് വിശ്വാസം. ആറുപേരടങ്ങുന്ന സംഘമാണ് പുള്ളുവൻ പാട്ട് പാടാൻ മാളികപ്പുറത്തുള്ളത്. ക്ഷേത്രങ്ങളിൽ കുലത്തൊഴിലായി പുള്ളുവൻ പാട്ട് പാടുന്നവരാണ് ഇവർ. ഗണപതിയെയും ശാസ്താവിനെയും സ്തുതിച്ച് വീണമീട്ടി വിവിധ നാഗദൈവങ്ങളെ കൂടി സ്തുതിക്കുന്നതോടെ തങ്ങളുടെ സർപ്പദോഷങ്ങളെല്ലാം അകന്നുവെന്ന വിശ്വാസത്തോടെയാണ് ഭക്തർ സന്നിധാനത്തു നിന്നും മടങ്ങുന്നത്. 41 ദിവസത്തെ പുണ്യവ്രതമെടുത്ത് കല്ലും മുള്ളും നിറഞ്ഞ കാനനപാത താണ്ടി ശബരീശ സന്നിധിയിലെത്തി മാളികപ്പുറത്തമ്മയെ വണങ്ങിയതിനു ശേഷം പുള്ളുവൻ പാട്ട് പാടിച്ചാണ് ഭൂരിഭാഗം ഭക്തരും ശബരിമല സന്നിധാനത്തു നിന്നും മടങ്ങുന്നത്. പുള്ളുവൻ പാട്ട് പാടിച്ചാൽ നാഗശാപം പൂർണ്ണമായും തീർന്ന് ജീവിതത്തിൽ അഭിവൃദ്ധിയും ഐശ്വര്യവും വരുമെന്നാണ് ഐതിഹ്യം. മാളികപ്പുറത്തുനിന്നും ക്യാമറ പേഴ്സൺ രവി മേനോനൊപ്പം നിതിൻ പ്രഭാകരൻ, കേരള വിഷൻ.